ഇസ്രായേൽ സാമ്രാജ്യം പ്രതികരിക്കണമെന്ന് അറബ് രാജ്യങ്ങളോട് ഇറാൻ. യുദ്ധം പുതിയ തലത്തിലേക്കും പുതിയ രീതിയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശക്തമായിരിക്കുന്ന ചില പ്രതികരണങ്ങളുമായി ഇറാൻ മുന്നോട്ട് വന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഏറെക്കുറെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ സൈനിക ബേസ്, അമേരിക്കൻ സൈനിക ബേസ് അറേബ്യൻ രാജ്യങ്ങളിലുള്ളത് തുറന്നു കൊടുത്ത അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഇറാൻ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയും അവരുടെ ആസ്ഥാന മന്ദിരങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നത്. ഇത് തങ്ങൾക്ക് സ്വീകാര്യമായിരിക്കുന്ന ഒരു വഴിയായിട്ട് കാണുന്നില്ല. സൗഹൃദ രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ. അവരെ ആക്രമിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അവരുടെ ഭൂമിയിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം നിരന്തരം ഉണ്ടാവുന്നത് കൊണ്ടാണ്. പല ഘട്ടങ്ങളിൽ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യതയോടുകൂടി തങ്ങൾ അതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ആക്രമണം നടക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ് എന്ന് തങ്ങൾക്ക് ഉറപ്പുമുണ്ട്. ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം, ചേർന്ന് നിൽക്കേണ്ട സാഹചര്യത്തിൽ വിഭിന്നമായി കൊണ്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഗുണം ചെയ്യില്ല. അമേരിക്കയെ തിരിച്ചറിയുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയത്തിൻ്റെ പരിണിത ഫലമാണ് അമേരിക്കയിൽ നിന്ന് അറബ് രാജ്യങ്ങൾ തന്നെ അനുഭവിച്ചത്. അഥവാ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്ക നോക്കി നിന്നു എന്ന് മാത്രമല്ല, അമേരിക്ക അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണോ? ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുക എന്നുള്ളത് സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ലേ? ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഇസ്രായേൽ, എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്? മേഖലയിൽ ഏറ്റവും സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുള്ള ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ്. ഇറാൻ വീണ് കഴിഞ്ഞാൽ പിന്നീട് സ്വതന്ത്രമായി വിഹാരം നടത്താൻ വേണ്ടി ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലും ലോകാടിസ്ഥാനത്തിൽ അമേരിക്കക്കും സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത്. സംയുക്തമായ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാര്യം, ഇറാനും അമേരിക്കയും തമ്മിൽ ശത്രുത ഉണ്ടെങ്കിലും ഇറാൻ ഒരിക്കലും അമേരിക്കയെ ആക്രമിച്ചിട്ടില്ല. ഇറാൻ ഒരിക്കലും മറ്റേതെങ്കിലും രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല. ഇറാന് നേരെ നടക്കുന്ന ആക്രമണത്തിന് പ്രത്യാക്രമണവും പ്രതിരോധവും മാത്രമാണ് തീർത്തത്. പേർഷ്യൻ സാമ്രാജ്യം മുതൽ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം UN സഭയിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന എന്ന പരാമർശത്തോടു കൂടി ഒരു വിവരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോട് പറഞ്ഞു. കയ്യിലൊരു പ്ലേ കാർഡ് പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഇസ്രായേൽ സാമ്രാജ്യമാണ്, ഇത് നിർമ്മിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എന്നെ ദൈവം അതിന് നിയോഗിച്ചിരിക്കുന്നു, ഞാൻ ആ കടമ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. ഒരുപാട് ആൾക്കാർ ആ സഭ ബഹിഷ്കരിച്ച ഒരു സംഭവമായിരുന്നു. ഈ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി UN സഭയിൽ ഈ കാര്യം പറഞ്ഞത്. അതിൽ ഓരോരോ ഭാഗം എടുത്തു പറഞ്ഞു. ഈജിപ്തിൻ്റെ ഭാഗം അതിലുണ്ട്, ലെബനാൻ്റെ ഭാഗമുണ്ട്, സിറിയയുടെ ഭാഗമുണ്ട്, ജോർദാൻ അപ്പാടെയുണ്ട്. അങ്ങനെ പോയിട്ട് എവിടെ എത്തുന്നുണ്ട്? സൗദി അറേബ്യയിലെ സിംഹഭാഗവും, ഇറാഖിൻ്റെ ഒരു 25% പ്രദേശം. ഇതാണ് ഞങ്ങളുടെ സ്വപ്ന സാമ്രാജ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഇറാൻ്റെ ഭാഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നുമില്ല. ഇറാനെക്കുറിച്ച് അതിൽ പരാമർശമൊന്നും പറഞ്ഞിട്ടില്ല. ഇറാൻ അല്ലാത്ത ഈ പറയപ്പെട്ട ഏകദേശം 4-5 രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ ഒരു രാജ്യവും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? പേടിച്ചു കഴിഞ്ഞാൽ ലോകാവസാനം വരെ പേടിച്ചു കൊണ്ടേയിരിക്കും. പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും. ഏത് വലിയ സാമ്രാജ്യ ശക്തിയോടും പ്രതിരോധിച്ച് നിന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ കീഴ്പ്പെടുത്തും. എന്തുകൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല? ഞങ്ങളത് പ്രതിരോധിക്കുന്നു, പ്രതികരിക്കുന്നു. പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികപരമായി നമ്മളെ സഹായിക്കാൻ വേണ്ടി ആളുകൾ വരും. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി രാജ്യങ്ങൾ വരുന്നുണ്ട്, വലിയ സഹായം ചെയ്യുന്നുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റ് ഞങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടുന്ന, നയതന്ത്ര ബന്ധമുള്ള, എല്ലാ കാലത്തും ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും ഞങ്ങളോട് ഇപ്പോഴും സഹകരിക്കുന്നുണ്ട് എന്ന പരാമർശം കൂടി ആ ഭാഗത്ത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എവിടെയാണ് സുരക്ഷിതത്വം? നിങ്ങൾ നിർമ്മിക്കുന്ന ബിൽഡിങ്ങോ സംവിധാനങ്ങളോ രാജ്യമോ രാജ്യാതിർത്തികളോ സുരക്ഷിതമല്ല.
നിങ്ങൾ സുരക്ഷിതമാണ്, അമേരിക്കയുടെ കയ്യിലേക്ക് ആയുധങ്ങളും സംവിധാനങ്ങളും ഏൽപ്പിക്കുന്ന സമയത്ത് സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഖത്തറിനെ ആക്രമിക്കാതിരിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ആക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയുടെ സംവിധാനങ്ങൾ വരേണ്ടിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ്. ഉദൈദ എയർബേസ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവാണ് ആ പ്രദേശം അമേരിക്കയ്ക്ക് പകർത്ത് കൊടുത്തത്. ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് തെറ്റായ കീഴ്വഴക്കമാണ്. അത് വലിയ രീതിയിലെ ഭവിഷ്യത്തുണ്ടാകുമെന്ന് 3 തവണ അറേബ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 3 ഉച്ചകോടിയാണ് ജിദ്ദയിൽ കഴിഞ്ഞത്. ഈ 3 ഉച്ചകോടിയിലും ക്ഷണപ്രകാരം ഇറാൻ എത്തിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അമേരിക്കക്ക് മുറ്റം അനുവദിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ വീടിൻ്റെ അകത്ത് എങ്ങനെ താമസിക്കും? മുറ്റത്ത് അവർ ആയുധം പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവരോട് മല്ലിടാൻ മാത്രം ആയുധശേഷിയോ പ്രഹരശേഷിയോ നിങ്ങൾക്കില്ല എന്ന് അവർക്കറിയാം. നിങ്ങളുടെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും അതെവിടെ സൂക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർക്കറിയാമെന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും നിങ്ങളുടെ സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകുന്ന പോലും അമേരിക്കയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഏകദേശം 75-80% അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. അതിൻ്റെ പ്രഹരശേഷി എത്ര ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ നിങ്ങൾക്കറിയില്ല. അത് ഇപ്പോൾ ഇസ്രായേലിന് നൽകപ്പെട്ട F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം, 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തെക്കുറിച്ച് വലിയ എതിർപ്പും പരാമർശങ്ങളും ഇപ്പോൾ നടക്കുന്നു. ഏറ്റവും കൂടുതൽ F-35 യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു. സാമ്പത്തിക ഇടപാടൊക്കെ കഴിഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഇതിന് വലിയ എതിർപ്പുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വന്നു. ഇതിന് മുൻപുണ്ടായിരുന്നു. UAE ഇത് ആവശ്യപ്പെട്ടപ്പോഴും തുർക്കി ആവശ്യപ്പെട്ടപ്പോഴും എതിർപ്പുമായിട്ട് ഇസ്രായേൽ വന്നു. ഇസ്രായേലിനെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഒരു ആയുധം വിൽക്കാനുള്ള ധൈര്യമൊന്നും നിലവിൽ അമേരിക്കയ്ക്കില്ല. സൗദി അറേബ്യക്ക് കൊടുക്കുന്നതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു അവർക്ക് 38 യുദ്ധവിമാനം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. F-35 യുദ്ധവിമാനം 35 എണ്ണം ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. 38 എണ്ണം കൊടുക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള 5ാം തലമുറയിൽപ്പെട്ട F-35 യുദ്ധവിമാനമുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറുന്നതിൽ തങ്ങൾക്ക് അതിയായ നിരാശയും പ്രയാസമുണ്ട്. അതുകൊണ്ട് അത് നൽകരുതെന്ന് കർശനമായി പറഞ്ഞു. അമേരിക്കയും സൗദി അറേബ്യയും എന്നുള്ള ബന്ധം മുടക്കാതിരിക്കാൻ വേണ്ടി എന്ത് പോംവഴിയുണ്ട് എന്നവരാലോചിച്ചു. അങ്ങനെ ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കുരുട്ട് വിദ്യയാണ് അമേരിക്ക അതിൽ പ്രയോഗിച്ചത്. അത് ഇസ്രായേൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം. അവർ പറഞ്ഞു, ഉപയോഗിക്കപ്പെടുന്ന യന്ത്ര മെഷീനിൽ ചിലത് ഞങ്ങൾ അയച്ചു മാറ്റും, എന്നിട്ടത് നൽകും. കാഠിന്യമായിരിക്കുന്ന അതിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ടാവില്ല, എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലതാനും. F-35 യുദ്ധവിമാനത്തിൻ്റെ അതിപ്രഹര ശേഷിയിൽ നിന്ന് അത്ര ശേഷിയുടെ ശക്തി കുറക്കുന്ന സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിന്ന് അയച്ചു മാറ്റുമെന്ന് പറഞ്ഞ സമയത്ത് അത് നിസ്സാര കാര്യമൊന്നുമില്ല. പിന്നീട് അതേക്കുറിച്ചുള്ള വാർത്താ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സൗദി അറേബ്യ വാങ്ങിയോ എന്നുള്ളത് അറിയില്ല, അമേരിക്ക നൽകിയോ എന്നറിയില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പിന്നീട് പുറത്ത് വന്നിട്ടില്ല. അത് മറ്റൊരു കഥയാണ്. എന്തേ ഇങ്ങനെയൊക്കെ വരുന്നു? ഇസ്രായേലിന് സർവാധിപത്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സംവിധാന കാര്യങ്ങൾ ലോകത്ത് നിർമ്മിച്ചു കൊടുത്തത് അമേരിക്കയാണ്. ആർക്ക് നേരെയാണ് അവർ തോക്ക് ചൂണ്ടുന്നത്? നിങ്ങൾക്ക് നേരെയാണ്, അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ. ഇറാന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും, പ്രതിരോധിക്കാൻ പറ്റും, എത്ര വർഷം വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്കതിന് പ്രാക്ടിക്കലുണ്ട്, സംവിധാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. ഞങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അമേരിക്കയെ വെല്ലുവിളിച്ച് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയൊന്നും ശക്തി നിങ്ങൾക്കില്ലാതിരിക്കെ നിങ്ങളിതിന് അനുകൂലമായിരിക്കുന്ന, അതായത് അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് തന്നെ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് ഇറാൻ പറയുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സാമ്രാജ്യം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളെ കീഴടക്കിയിട്ടുള്ളതാണ്. അത് ഇറാനല്ല, പ്രതികരിക്കേണ്ടത് നിങ്ങളാണ്. എന്നാൽ പ്രതികരിക്കുന്ന ഇറാനാണ്. പ്രതികരിക്കുന്ന ഇറാനോടൊപ്പം നിൽക്കാതെ അതിനനുകൂലമായിരിക്കും നിലപാടെടുക്കുന്ന ഇസ്രായേലിനോടും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് മാറണം. നിങ്ങൾ ചേർന്ന് നിൽക്കണം. നമുക്കൊരുമിച്ച് ഉള്ളത്, നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ എല്ലാവരുടെയും ശത്രുക്കൾ ഒന്നാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം എന്ന്.